ഇൻസൈഡറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഫലപ്രഖ്യാപനത്തിൻ്റെ മാർക്ക് ഏകീകരണ രീതി മാറ്റിയത് തിരിച്ചടിച്ചതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. അവസാന നിമിഷം ഫലം കണക്കാക്കുന്ന സമ്പ്രദായത്തിൽ മാറ്റം വരുത്തിയത് ഗുരുതര വീഴ്ചയാണെന്നും ഇക്കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രി ആർ ബിന്ദുവിനും വലിയ തെറ്റ് സംഭവിച്ചുവെന്നുമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്ന വിമർശനം. മുതിർന്ന നേതാക്കളടക്കം യോഗത്തിലെ ഭൂരിപക്ഷം പേരും മന്ത്രിക്കെതിരെ തിരിഞ്ഞു. സീനിയർ നേതാവായ EP ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സർവകലാശാലകളിൽ കാര്യങ്ങളുടെ പോക്ക് പന്തിയല്ലെന്ന വികാരത്തിലാണ്. മന്ത്രിയെ ന്യായീകരിച്ച് വാർത്താസമ്മേളനം നടത്തി മെഴുകിയെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ സർക്കാരിനെ ബാധിക്കുമോ എന്ന ആശങ്ക പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമുണ്ട്. നവകേരള സൃഷ്ടിക്കായി വൈജ്ഞാനിക കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നു എന്ന് സർക്കാരും പാർട്ടിയും അവകാശപ്പെടുമ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയാകെ കുത്തഴിഞ്ഞു കിടക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചുവെന്ന വികാരമാണ് പൊതുവെ CPM നേതൃത്വത്തിനുള്ളത്. അവസാന നിമിഷം പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തുന്നത് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കാനുള്ള വിവരം പോലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഇല്ലേ എന്നാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നുയരുന്ന പ്രധാന ചോദ്യം. വകുപ്പിന് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് ന്യായീകരിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങൾക്ക് നേരെ തട്ടിക്കയറിയതും മാധ്യമങ്ങൾ ജഡ്ജിമാരാകേണ്ട എന്ന് പ്രതികരിച്ചതിലും CPM നേതൃത്വത്തിന് വലിയ തോതിലുള്ള അതൃപ്തിയുണ്ട്. കോടതി ഇടപെടലോടെ വകുപ്പ് പ്രതിക്കൂട്ടിലായിരിക്കുമ്പോൾ മന്ത്രി മാധ്യമങ്ങളോട് തട്ടിക്കയറിയത് ജനങ്ങൾക്കിടയിൽ തെറ്റായ ധാരണ ഉണ്ടാക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. തെറ്റുപറ്റിയില്ലെന്ന് മന്ത്രി എത്ര തവണ ആവർത്തിച്ചാലും സംഭവിച്ചത് എന്താണ് എന്നത് ജനങ്ങൾക്ക് മുന്നിലുണ്ടെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഉന്നതന്റെ നിർദ്ദേശം പാലിച്ചാണ് പ്രവേശന പരീക്ഷാഫലം കണക്കാക്കുന്ന രീതി ഇക്കൊല്ലം തന്നെ മാറ്റാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായത്. സർക്കാർ അധികാരം ഒഴിയുന്നതിന് മുൻപ് തന്നെ കേരള സിലബസിൽ +2 പാസ്സായവർ പ്രവേശന പരീക്ഷയിൽ വിവേചനം നേരിടുന്നത് അവസാനിപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ പ്രമുഖൻ തന്നെ നിർദ്ദേശിച്ചത്. അവസാന നിമിഷം മാർക്ക് കണക്കാക്കുന്ന രീതി മാറ്റി പുതിയ സമ്പ്രദായം കൊണ്ടുവന്നാൽ ഉണ്ടാകാവുന്ന വരുംവരായികൾ നോക്കാതെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയും ചെയ്തു. ഫലപ്രഖ്യാപനത്തിന്റെ അവസാന മണിക്കൂറിൽ മാർക്ക് കണക്കാക്കുന്ന രീതി മാറ്റിയാൽ നിയമപ്രശ്നങ്ങൾ വരാമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രി P പ്രസാദ് ചൂണ്ടിക്കാട്ടിയെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അത് ചെവിക്കൊള്ളാനോ അതിനെ അല്ലെങ്കിൽ അത്തരത്തിൽ അംഗീകരിക്കുവാനോ തയ്യാറായില്ല. CPMനുള്ളിൽ ഇതിനും വിമർശനമുണ്ട്. കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോരിനെ തുടർന്നുണ്ടായ ഭരണസമ്പന്നത്തിലും പാർട്ടിക്കകത്ത് നിന്ന് വിമർശനമുണ്ട്. ഭാരതാംബ ചിത്ര വിഷയത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കുകയും വിദ്യാർത്ഥികളെയും യുവജന സംഘടനകളെയും പ്രക്ഷോഭത്തിലേക്ക് നയിക്കുകയും ചെയ്തത് രാഷ്ട്രീയ കടമയാണ്. എന്നാൽ വൈസ് ചാൻസലർ വിലക്കിയ ശേഷവും രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തുകയും ഫയൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതോടെ പാർട്ടിയുടെ ഭാഗത്ത് ന്യായമില്ലാതാവുകയും വിഷയം രാഷ്ട്രീയ പോരിലേക്ക് തരം താഴുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ പുതിയ വിമർശനത്തിന് കാരണമായിരിക്കുന്നത്. ഇടത് സിൻഡിക്കേറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന എറണാകുളം ജില്ലയിലെ കാലടി ശ്രീശങ്കര സർവകലാശാലയിൽ SFI സമരത്തിനിറങ്ങിയതും ഗ്രാഫിൻ വിഷയം ഗവേഷണം സംബന്ധിച്ച് ഡിജിറ്റൽ സർവകലാശാലയിൽ അഴിമതി ആക്ഷേപം ഉയരുന്നതുമെല്ലാം ഉന്നത വിദ്യാഭ്യാസ മേഖല താറുമാറായി കിടക്കുന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. പരീക്ഷാ നടത്തിപ്പും ഫലപ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും എല്ലാം താളം തെറ്റിയതോടെ സാങ്കേതിക സർവകലാശാലയുടെ പ്രവർത്തനം ആകെ അവതാളത്തിലാണ്. സർവകലാശാലയിലെ പ്രശ്നങ്ങളിൽ ചാൻസലറായ ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും പഴി കേൾക്കേണ്ടി വരുന്നത് സർക്കാരും പാർട്ടിയുമാണെന്ന് നേതൃത്വം തിരിച്ചറിയുന്നുമുണ്ട്. ഇതാണ് ഇപ്പോൾ പുതിയ വിമർശനങ്ങൾക്കും മറ്റും കാരണമായി മാറിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രൊഫസർ പദവിയെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളും ന്യായീകരണങ്ങളും എല്ലാം രംഗത്ത് ഉണ്ടായിരുന്നു. ഇതിനെതിരെ വിവിധ മതസംഘടനകൾ അടക്കം അല്ലെങ്കിൽ മത നേതാക്കൾ അടക്കമുള്ളവർ ശക്തമായ വിമർശനം തന്നെ ഉന്നയിച്ചിരുന്നു. ശരിയായ രീതിയിൽ ഇംഗ്ലീഷ് ഉച്ചരിക്കാൻ പോലും കഴിയാത്ത ഒരു മന്ത്രിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്നത് എന്നുള്ള ആക്ഷേപമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 4 മലയാളാക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരള സർക്കാരിനെ അല്ലെങ്കിൽ കേരള ഭരണത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ പരസ്പരം ഒരു തുലനം ചെയ്യുന്ന ത്രാസായി മാറാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതായത് അഴിമതിയുടെ കാര്യത്തിലോ അജ്ഞതയുടെ കാര്യത്തിലോ എല്ലാവരും തുല്യരാണ് എന്ന പൊതുബോധം സൃഷ്ടിച്ചെടുക്കാനാണ് ഇപ്പോഴത്തെ പിണറായി സർക്കാരിലെ ഓരോരുത്തരും ശ്രമിക്കുന്നത് എന്ന് സാരം.